ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലർ. റോഡരികിൽ കക്കൂസ് മാലിന്യം നിക്ഷേപിച്ച വിഷയത്തിൽ പ്രതികരണവുമായി മുൻ കൗൺസിലർ അബ്ദുൽ നാസർ. റോഡരികിൽ കക്കൂസ് മാലിന്യം നിക്ഷേപിച്ച വിഷയത്തിൽ പ്രതികരിച്ച് മുൻ കൗൺസിലർ അബ്ദുൽ നാസർ. 2008 മുതൽ വരോട് പ്രദേശത്തെ വിവിധ ഭാഗങ്ങളിൽ ഈ രീതിയിൽ കക്കൂസ് മാലിന്യം നിക്ഷേപിക്കുന്നുണ്ടെന്നും പലതവണ പോലീസിലും നഗരസഭ ആരോഗ്യ വിഭാഗത്തിലും ഷൊർണൂർ DYSPക്കുൾപ്പെടെ പരാതി നൽകിയിരുന്നതായും അബ്ദുൽ നാസർ പറഞ്ഞു. ഇത് 2008 മുതൽ 2009 തുടങ്ങിയതാണ് ഈ മാലിന്യം റോഡ് തള്ളുന്നത്. അത് മുല്ലശ്ശേരി വളവ്, ക്രിസ്ത്യൻ പള്ളി, വരോട്, മരപ്പാലം, കണ്ടംകുളം ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലാണ് ഇത് കെട്ടിയിട്ടും അതുപോലെ ഇത്തരം മാലിന്യങ്ങൾ ഇടുന്നത്. അടുത്ത കാലത്തായി ഒരു 3-4 വർഷം മുമ്പേ, ഒരു 4-5 വർഷം മുമ്പേ നമ്മളെ വിഷ്ണു ക്ഷേത്രത്തിന് മുമ്പിൽ ഈ മാലിന്യം തട്ടിപ്പോയിട്ടുണ്ട്, ടാങ്കർ ലോറി കൊണ്ടിട്ട്. അതുപോലെ വരോട് തോട്ടക്കര മുതൽ വരോട് വീട്ടാമ്പാറ വരെ റോട്ടിൽ കൂടെ ഈ മാലിന്യം ഒഴുക്കിപ്പോയ ഒരു ചരിത്രം ഉണ്ടായിട്ടുണ്ട്. ഈ മരപ്പാലം ഭാഗത്ത്, ഇപ്പോൾ നേരത്തെ പറഞ്ഞ മരപ്പാലം ഭാഗത്തും മാലിന്യം പരസ്യമായി തള്ളിപ്പോയിട്ടുള്ള ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അതൊരു വല്ലാത്തൊരു അവസ്ഥ തോന്നിയിട്ടുണ്ട്. അങ്ങനെ നിരവധി തവണ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റുമായി ഇടപെട്ടു, ഒറ്റപ്പാലം പോലീസുമായി ഇടപെട്ടു, ഒറ്റപ്പാലത്തെ പാലക്കാട് ഷൊർണൂർ DYSPക്ക് പരാതി കൊടുത്തു. 2.5 വർഷം മുമ്പ് ഒരു വാഹനവും ഡ്രൈവറെയും ജീവനക്കാരെയും പോലീസ് പിടികൂടിയതായും അദ്ദേഹം പറഞ്ഞു. അങ്ങനെ കൊടുത്ത അടിസ്ഥാനത്തിൽ ഒരു 2.5 വർഷം മുമ്പേ ഒരു വണ്ടി പിടിക്കപ്പെട്ടു. ആ വണ്ടി മഞ്ചേരി ഭാഗത്തുള്ള വണ്ടിയാണ്. ആ വണ്ടി, ആ ഡ്രൈവറെ, അതിൻ്റെ ക്ലിയൻഡറെ, അതിൻ്റെ ഓർഡർ ഉൾപ്പെടെ അന്നത്തെ കാലത്ത് പോലീസ് റിമാൻഡ് ചെയ്തിട്ട ഒരു ഓർമ്മ നമുക്കുണ്ട്. കൗൺസിലർമാർക്ക് വേണ്ടപ്പെട്ടവരായതുകൊണ്ട് മാപ്പ് നൽകിയെന്ന ജനങ്ങളുടെ പ്രതികരണം കണ്ടപ്പോൾ വിഷമം തോന്നിയതായും ഒരു കൗൺസിലറും ഇത്തരം പ്രവൃത്തിക്ക് കൂട്ടുനിൽക്കുന്നില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കി. പക്ഷേ അതിൻ്റെ ആ പ്രതികരണത്തിൽ ഒരു വ്യക്തി പറയുന്ന ഒരു പ്രതികരണം കേട്ടപ്പോൾ വല്ലാത്തൊരു വിഷമം തോന്നി. ഈ മാലിന്യം ഇടുന്നത് കൗൺസിലർമാർക്ക് വേണ്ടപ്പെട്ട ആൾക്കാരാവുകൊണ്ടായിരിക്കാം ഇത് പിടിക്കപ്പെടാത്തത് എന്ന ഒരു വാദം വന്നപ്പോൾ വല്ലാത്തൊരു വിഷമം തോന്നി. കാരണം അദ്ദേഹം ഇപ്പോഴത്തെ കൗൺസിലർ ഞങ്ങളുടെ കൗൺസിലറല്ല, 2ാം വാർഡത്തെ. ഇനി അദ്ദേഹത്തെക്കുറിച്ചാണോ പറഞ്ഞതെന്ന് ഞങ്ങൾക്കറിയില്ല. എന്തായാലും ഒരു കൗൺസിലർമാർ, ഇപ്പോൾ ഇപ്പോഴത്തെ കൗൺസിലറായാലും മുമ്പത്തെ കൗൺസിലർമാരായാലും അറിഞ്ഞുകൊണ്ട് ഒരാളും ഇതിന് കൂട്ടു നിൽക്കുന്നു.